ഈ അടുത്തിടെയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന ഒരു പദം ഞാൻ കേട്ടു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി എന്താണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന്. നിങ്ങളിൽ പലർക്കും ഈ ടേം അറിയാവുന്നതായിരിക്കാം. എനിക്ക് ഇത് അറിയത്തില്ലായിരുന്നു. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ട്രോമാസ് അല്ലെങ്കിൽ ഇമോഷണൽ വൂൺസ്, നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാക്കിയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, നമ്മളെ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ അതിനെ നമ്മൾ ഹീൽ ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഒരാൾക്ക് ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമോഷണൽ ട്രിഗേഴ്സ് ഉണ്ടാകും അവർക്ക്. അപ്പോൾ അതായത് ചില സിറ്റുവേഷൻസിലെയോ അല്ലെങ്കിൽ ചില ആളുകളെയൊക്കെയോ കാണുമ്പോൾ ഇമോഷൻസ് നിയന്ത്രിക്കാൻ പറ്റാതെയാവുക, അല്ലെങ്കിൽ ഓവറായിട്ട് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ സെൽഫ് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, സ്വയം നശിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ അഡിക്ഷനിലേക്ക് പോവുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇമോഷണലി പല സിറ്റുവേഷൻസിലും നിയന്ത്രിക്കാൻ പറ്റാതെയാവുക, ആങ്സൈറ്റി, ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാകുക, മൂഡ് സ്വിങ്സ് ഉണ്ടാകുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം. അതുപോലെ തന്നെ അവർക്ക് സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കാം. നമുക്ക് സ്വന്തമായിട്ടൊരു വിലയുണ്ടെന്നും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ഇപ്പോൾ സെൽഫ് ഡൗട്ട് ഉണ്ടാവുക. പിന്നെ ഫിസിക്കൽ സിംറ്റംസ് എപ്പോഴും ക്ഷീണം, പ്രയാസം, ക്രോണിക് പെയിന്, ഭയങ്കര ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ഈ ഇന്നർ ചൈൽഡ് ഹീലാകാത്തതിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ ഈ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പിനെ ഒരു അതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന സേഫായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തരാൻ പറ്റാവുന്ന ഒരു തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ടിപ്സാണ് ജേർണലിങ്. അതായത് നമ്മൾ നമുക്കുണ്ടായിട്ടുള്ള ചൈൽഡ്ഹുഡ് ഈ എക്സ്പീരിയൻസസിനെ, ഇമോഷൻസിനെ ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജേർണൽ ചെയ്യാം. പിന്നെ വിഷ്വലൈസ് ചെയ്യാം. ഈ ചൈൽഡ് ഹീൽ ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ഇതിന് പണ്ട് കിട്ടാത്ത ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു സേഫായിട്ടുള്ള എൻവയോൺമെൻറ്റോ ഒക്കെ കൊടുക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. പിന്നെ നമ്മൾ അതിനോട് ഇന്നർ ചൈൽഡ് ഡയലോഗ്സ്, അതിനോട് സംസാരിച്ചിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഹീൽ ചെയ്യാനുള്ള ടൈം കൊടുക്കാം. പിന്നെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്, മ്യൂസിക്കിലൂടെയോ ആർട്ടിലൂടെയോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇതിനെ ഈ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള മോശമായ എക്സ്പീരിയൻസിനെയും ട്രോമയൊക്കെ റിലീസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളോട് തന്നെ ഒരു സെൽഫ് കമ്പാഷൻ ഉണ്ടാകുക. നമുക്ക് നമ്മളോട് തന്നെ അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ ഇന്നർ ചൈൽഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നർച്ചർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ശരിക്കും എന്താണ് ആ പെയിനിന് കാരണം എന്താണ്, അല്ലെങ്കിൽ ട്രോമ എക്സ്പീരിയൻസ് ചെയ്ത അതൊന്നും നമ്മൾ ആദ്യം തന്നെ റിയലൈസ് ചെയ്യുക എന്താണെന്ന്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമോഷൻസിനെ, ആ എക്സ്പീരിയൻസിലുണ്ടായ മോശം അനുഭവങ്ങളെയൊക്കെ റിലീസ് ചെയ്യാൻ സഹായിക്കുക. റീപേരൻറ്റിംഗ് എന്ന് പറയും. അപ്പോൾ അതിനെ നമുക്ക് ഇന്നർ ചൈൽഡിനെ കിട്ടാത്ത ലവും കെയറും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും, നമ്മുടെ ചൈൽഡ്ഹുഡിലാക്കിയ കാര്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പം അതിനെ ഒരു അഡൽട്ട് ലൈഫിലോട്ട് പ്രൊമോട്ട് ചെയ്യുക, നമ്മൾ തന്നെ അതിനെപ്പറ്റി അവെയർ ആകുക ഒക്കെയാണ് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ചൈൽഡ്ഹുഡിലൊക്കെ ഒരുപാട് മോശം എക്സ്പീരിയൻസസ് ഉള്ള ആളുകൾ കാണും. അതൊക്കെ ഹീലാകാതെ കിടക്കുന്നത് കൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും ഈ ഇന്നർ ചൈൽഡ് ഹീലാകാത്തത് കൊണ്ടാകാം. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അങ്ങനെ കാണും. ചൈൽഡ്ഹുഡിലുണ്ടായിട്ടുള്ള മോശം എക്സ്പീരിയൻസസ് നമ്മൾ വളർന്നു വന്ന ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്നോ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ ഇന്നർ ചൈൽഡ് ഹീലാകാതിരിക്കുവാണെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ല ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മൾ എപ്പോഴും ഈ ഹീലാകാത്ത ഇന്നർ ചൈൽഡിനെ കൊണ്ടാണ് നമ്മുടെ ഓരോ വർഷവും കഴിയും തോറും നമ്മൾ നടക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളോടൊരു മതിപ്പില്ലാതാകുക ഒക്കെ ഇന്നർ ചൈൽഡ് ഹീലാകാത്തത് കൊണ്ടുണ്ടാകും. അപ്പം നമ്മൾക്ക് തനിയെ സാധിക്കുന്നില്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പോ നമുക്കിതിനെ സ്വീകരിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിഷയം ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.